ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ കേരള സെറ്റ് ജൂലൈ 2026 പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ ചെന്നിട്ട് ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നൊരു ടാബ് ഉണ്ട്. അവിടെ ചെന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ജൂലൈ സെഷന് വേണ്ടിയിട്ട്, അതായത് കേരള സെറ്റ് ജൂലൈ സെഷൻ പരീക്ഷ ഒരുപക്ഷെ ജൂലൈയിലോ ഓഗസ്റ്റിലോ ആയിരിക്കും നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ട്? ഇതിപ്പോ ഏപ്രിൽ എൻഡ് ആവാറായി അല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഒരു 3 മാസം തികച്ച് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഇന്റൻസീവ് ആയിട്ട്, വളരെ നന്നായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്ലിക്കേഷൻ കൊടുക്കാൻ മറക്കരുത്. കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമ്മൾ പറയും. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 24/4/2026 തൊട്ട്, അതായത് ഇന്ന് മുതൽ, ഏപ്രിൽ 24 മുതൽ ഇത് ഓപ്പൺ ആണ്. എന്നുവരെ അപ്ലൈ ചെയ്യാം? മെയ് 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുവരെ കാത്തിരിക്കരുത്, സൈറ്റ് ഒക്കെ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. മെയ് 22 മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കാനായിട്ട് മെയ് 24 വരെ സമയമുണ്ട്. എഡിറ്റിങ്ങിന് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മെയ് 23 മുതൽ 25 വരെ കിട്ടും. പിന്നീട് അഡ്മിറ്റ് കാർഡിന്റെ ഡേറ്റ് ഓഫ് ടെസ്റ്റും ഒക്കെ പിന്നീട് ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് LBSന്റെ വെബ്സൈറ്റ്, കേരള സെറ്റ് ജൂലൈ 2026 ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ചെന്നോളും. അവിടെ ചെന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് പറയട്ടെ, I+ന് ഈ കേരള സെറ്റ് ജൂലൈ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ചുകൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. അതിന് പുറമെ നമ്മളൊരു ലൈവ് റിവിഷൻ ബാച്ചുകളൂടെ ആരംഭിക്കുകയാണ്. പേപ്പർ 1നും പേപ്പർ 2ന്റെ വിവിധ സബ്ജക്റ്റുകൾക്കുമായിട്ട് നമ്മൾ ലൈവ് റിവിഷൻ ബാച്ചുകളും പരീക്ഷ വരെ തുടരുന്ന ലൈവ് റിവിഷൻ ബാച്ചുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. I+ന്റെ റെഗുലർ ബാച്ചിലേക്കും ലൈവ് റിവിഷൻ ബാച്ചിലേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫാക്കൽറ്റീസിനോട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്തവണ തന്നെ, ജൂലൈയിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി പ്രോസ്പെക്ടസ് കഴിഞ്ഞ തവണത്തിൽ നിന്നൊന്നും വലിയ മാറ്റമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെയുണ്ട്. സബ്ജക്റ്റുകൾ, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് സെറ്റ് എഴുതാൻ സാധിക്കുക എന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്. 31 സബ്ജക്റ്റുകൾ, അത് പേപ്പർ 2ലെ 31ഓളം സബ്ജക്റ്റുകളുണ്ട്. മലയാളം, മാത്തമാറ്റിക്സ്, മ്യൂസിക്, ഫിലോസഫി, ഫിസിക്സ്, സാൻസ്ക്രിറ്റ് എന്നൊക്കെ പറഞ്ഞ് 31 പേപ്പറുകളുണ്ട്. കൂടാതെ ജനറൽ പേപ്പറും ഉണ്ട്. പിന്നെ സെറ്റിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുകയാണ്. ആദ്യമായിട്ടൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക, പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എല്ലാവർക്കും കോമൺ ആണ്, എല്ലാ സബ്ജക്റ്റുകൾക്കും കോമൺ ആണ്. അതായത് ആകെ 240 മാർക്കിലാണ്. അതിൽ 120 മാർക്ക് എന്ന് പറയുന്നത് പേപ്പർ 1ഉം 120 മാർക്ക് എന്ന് പറയുന്നത് പേപ്പർ 2 ആണ്. അപ്പൊ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പേപ്പർ 1 കോമൺ ആണ്. പേപ്പർ 1 ഈസ് കോമൺ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്. അത് രണ്ടും പേപ്പർ 1ലുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിലുണ്ട് കേട്ടോ, നിങ്ങൾ അത് പേടിക്കുകയേ വേണ്ട. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ ചോദ്യങ്ങളാണ് പേപ്പർ 2 വരെ. ഇപ്പൊ ഉദാഹരണത്തിന് സുവോളജി ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ സുവോളജി ആണ് പേപ്പർ 2 ചോദിക്കുക. അതൊരു PG ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ പിന്നെ പേപ്പർ 1 120 ചോദ്യങ്ങളുണ്ട് വിത്ത് 60 ക്വസ്റ്റ്യൻസ് ഈച്ച് ഫോർ പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം ഉണ്ട്. പേപ്പർ 2നും 120 ചോദ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ചോദ്യത്തിനും 1 മാർക്കാണ്. പക്ഷേ മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ഇത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 1.5 മാർക്ക് വീതമുള്ള 80 ചോദ്യങ്ങളാണ് അവർക്കുള്ളത്. മറ്റുള്ളവർക്കെല്ലാം കോമൺ ആണ്. ഇനി ഇതിന്റെ പാസ് പേഴ്സൻറ്റേജ് എത്ര മാർക്ക് നേടിയാൽ, ഇതൊരു ഫിക്സഡ് ക്രൈറ്റീരിയ ആണ്. ഈ പരീക്ഷയ്ക്ക് വേരിയിങ് കട്ട് ഓഫ്, നെറ്റ് പോലെയോ അല്ലെങ്കിൽ PSC പോലെയോ ഉള്ള വേരിയിങ് കട്ട് ഓഫ് അല്ല, ഫിക്സഡ് ആയിട്ടൊരു കട്ട് ഓഫ് ഉണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെങ്കിലും പാസ്സാവും. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണല്ലേ. മാത്രമല്ല നെഗറ്റീവ് മാർക്കും ഇല്ല. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. എന്താണ് പാസ് പെർസെൻറ്റേജ്? പേപ്പർ 1 നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പേപ്പർ 1ന് 40% മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. പേപ്പർ 2നും 40% മാർക്ക് വാങ്ങിച്ചിരിക്കണം. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് 40% വീതം മാർക്കുകൾ പേപ്പർ 1നും പേപ്പർ 2നും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. 40% എന്ന് പറഞ്ഞാൽ എത്ര? ആകെ 120 ചോദ്യങ്ങളാണ്. 120ന്റെ 40%, 48 മാർക്ക് നിങ്ങൾ പേപ്പർ 1നും വാങ്ങിക്കണം, പേപ്പർ 2നും വാങ്ങിക്കണം. ഇത് 40% എന്ന് പറയാൻ കാര്യം, ഇപ്പൊ ചില ചോദ്യങ്ങളൊക്കെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഡിലീറ്റഡ് ആയി പോകും. അപ്പോൾ ആകെ 120ൽ നിന്ന് താഴോട്ട് പോകും ചിലപ്പോൾ ചോദ്യങ്ങൾ. അപ്പോൾ എത്രയാണോ ടോട്ടൽ ചോദ്യങ്ങൾ അതിന്റെ 40%, അങ്ങനെയാണ് നോക്കുക. 120 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 48 മാർക്കാണ് പേപ്പർ 1ന് വാങ്ങിക്കേണ്ടത്, 48 മാർക്ക് തന്നെ പേപ്പർ 2നും വാങ്ങിക്കണം. പക്ഷേ എന്നാലും നിങ്ങൾ പാസ്സാവില്ല.
ആകെ നോക്കുമ്പോൾ 48% നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായല്ലേ? ടോട്ടൽ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 48. അതാണ് സെറ്റിന്റെ പ്രത്യേക ക്രൈറ്റീരിയ ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് 40% വായിക്കണം ഓരോ പേപ്പറിനും. ടോട്ടൽ നോക്കുമ്പോൾ 48%. നിങ്ങൾ SC/ST അല്ല OBC ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 35% മതി പേപ്പർ 1നും പേപ്പർ 2നും. ടോട്ടൽ 45. ഡിഫറൻറ്റ്ലി ഏബിൾഡോ SC/ST ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് 35%, ടോട്ടൽ 40% മതിയാകും എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, OBC ആൻഡ് SC/ST കാൻഡിഡേറ്റ്സ് അവൈലിംഗ് ദിസ് കൺസെഷൻ ഷുഡ് സബ്മിറ്റ് നോൺ ക്രീമി ലെയർ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ദ റവന്യൂ അതോറിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള. അതായത് കേരളത്തിലെ സർക്കാരിന്റെ റവന്യൂ വകുപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പാസ് പെർസെന്റേജ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ എന്താണ് നിങ്ങളുടെ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് സഹായകരമാകും. ഇനി എലിജിബിലിറ്റി എന്താണ്? ഈ പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഹാവ് അക്വയർഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി PG വേണം വിത്ത് 50%. അതായത് ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ എഴുതുന്നത് ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? PG ഉണ്ടാവണം. അത് 50% മാർക്കോടുകൂടി നിങ്ങൾക്ക് PG ഉണ്ടാവണം. CGPA ആണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് ഉണ്ടാവണം. അത് കൂടാതെ എന്തുണ്ടാവണം? B.Ed വേണം. B.Ed ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എനി വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്നുള്ളതാണ്. അപ്പൊ PG + B.Ed ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഫൈനൽ ഇയർ ആണെങ്കിൽ, അതായത് നിങ്ങൾ PG കഴിഞ്ഞു B.Edന്റെ ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. അതല്ല നിങ്ങൾ B.Ed കഴിഞ്ഞു PG പഠിക്കുകയാണ്, PGയുടെ ഫൈനൽ ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ കോളേജിൽ നിന്നൊരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നീട് സെറ്റ് പാസ്സായ ശേഷം നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, ഫോർ ദ സബ്ജക്ട്സ് ആന്ത്രോപോളജി, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് അക്വയർ B.Ed. അതായത് ഇവർക്ക് B.Ed വേണ്ട. കൊമേഴ്സുകാർക്കും സൈക്കോളജിക്കാർക്കും സോഷ്യൽ വർക്കുകാർക്കും ഒന്നും എന്ത് വേണ്ട? B.Ed ഇല്ലാതെയും സെറ്റ് എഴുതാം. അതായത് അവർക്ക് PG മാത്രം മതി. നിങ്ങൾ PGയുടെ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിലും സെറ്റ് എഴുതാം. നിങ്ങൾക്ക് B.Ed വേണമെന്നില്ല. പക്ഷേ നമ്മൾ PSC പോലുള്ള പരീക്ഷകൾക്ക് എഴുതുമ്പോൾ, ഇപ്പോൾ HSST പോലുള്ള പരീക്ഷ ഇത് വെച്ച് എഴുതുകയാണെങ്കിൽ B.Ed ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആകില്ല. B.Ed ഇല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സെറ്റ് എഴുതാനായിട്ട് B.Ed വേണ്ട എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം ഉദ്യോഗാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ പരീക്ഷ വന്നു കഴിഞ്ഞു. ഇനി പഠനത്തിന്റെ നാളുകളാണ്. I+ന്റെ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് നമ്മളിലൂടെ സെറ്റ് പാസ്സായത്. ഈ സെഷനിൽ പാസ്സാവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.